പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും തന്നെ ആമീൻ. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു സ്നേഹിതർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുതു ഞായറാഴ്ചയ്ക്ക് ശേഷം ഇത് 4-ാം ഞായറാഴ്ചയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പ്രസക്തി പുതുക്കമാണ്. ഒരു പുതിയ വഴിയിലേക്ക്, ഒരു പുതിയ ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്കുള്ള ഉണർന്നെഴുന്നേൽപ്പാണ്, ഉയർത്തെഴുന്നേൽപ്പാണ്. മരണത്തെ ജയിച്ച് ജീവനിലേക്കുള്ള ഉൾപ്രവേശമാണ് പുനരുത്ഥാനം. ഈ പുനരുത്ഥാനത്തിൻ്റെ പ്രസക്തി അനുഭവിച്ചറിയുന്ന പ്രത്യേകമായ വേദഭാഗങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് പുതു ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ഞായറാഴ്ചകൾ പ്രത്യേകമായും സുവിശേഷ ഭാഗം തിരഞ്ഞെടുത്ത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. പുതു ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ഈ ആഴ്ചകൾ സമഗ്രമായി നാം പരിശോധിക്കുമ്പോൾ അതിന് ഒരൊറ്റ വാക്ക് നമുക്ക് അതിന് പറയുവാൻ കഴിയും. അത് രൂപാന്തരമാണ്, മാറ്റമാണ്, പുതുക്കമാണ്. ലോകത്തിൽ മനുഷ്യജാലങ്ങളുണ്ട്, മനുഷ്യേതര ജീവജാലങ്ങളുമുണ്ട്. ഹ്യൂമൻ സ്പീഷീസ് ആൻഡ് സബ് ഹ്യൂമൻ സ്പീഷീസ്. What is the difference between the human being and the subhuman beings? Subhuman beings എന്ന് വരുമ്പോൾ ഈ ലോകത്തിലെ, ഈ പ്രപഞ്ചത്തിലെ സസ്യലതാദികളുണ്ട്, പറവകളുണ്ട്, മൃഗജാലങ്ങളുണ്ട്, ഈ ലോകത്തിലുള്ള സമസ്തവുമുണ്ട്. എന്താണ് ഈ ജീവികളിൽ നിന്ന്, സസ്യജാലങ്ങളിൽ നിന്ന്, പറവകളിൽ നിന്ന് മനുഷ്യനെ വ്യത്യാസപ്പെടുത്തി നിർത്തുന്നത്? മനുഷ്യേതര ജീവജാലങ്ങൾക്ക് ഒരു ശീലമുണ്ട്, ആ ശീലത്തിനനുസരിച്ച് ഒരു താളമുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. ഒരു പ്രകൃതമുണ്ട്. ആ പ്രകൃതത്തിനനുസരണമായി കാലഭേദത്തിന് ഒത്ത് ഒരു താളനിബന്ധമായി അതങ്ങനെ നീങ്ങിപ്പോകുന്നു. ഋതുഭേദങ്ങൾ, ദ ചേഞ്ചസ് ഓഫ് സീസൺസ് ആൻഡ് ദ ചേഞ്ച് ഓഫ് നേച്ചർ. ശരത്കാലത്തിൽ നിന്ന് ശൈത്യകാലത്തിലേക്കും, ശൈത്യകാലത്തിൽ നിന്ന് വീണ്ടും വസന്തത്തിലേക്കും, വസന്തത്തിൽ നിന്ന് വേനൽക്കാലത്തേക്കും, ഇങ്ങനെ ചക്രം തിരിയുന്നത് പോലെ തിരിഞ്ഞു പോകുന്ന കാലഭേദങ്ങളുണ്ട്, ഋതുഭേദങ്ങളുണ്ട്. ചേഞ്ച് ഓഫ് വെതർ, ചേഞ്ച് ഓഫ് ക്ലൈമറ്റ്, ചേഞ്ച് ഓഫ് സീസൺസ്. സസ്യേതര ജീവജാലങ്ങൾ, അവരെ നയിക്കുന്നത് ഈ ഭേദങ്ങൾക്കനുസരണമായുള്ള ചോദനകളാണ്, ഇൻസ്റ്റിങ്ക്ട്സാണ്. അപ്പോൾ ഈ ജീവജാലങ്ങൾ ഇൻസ്റ്റിങ്ക്റ്റിനെ, ചോദനകളെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നു. നമ്മൾ സൂക്ഷിച്ചു നോക്കൂ. ഒരു പറവ ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് അത് ഒടിച്ച് പറന്നു പോവുകയാണ്. വീണ്ടും വന്ന് വേറൊരു കൊമ്പ്, ഉണക്കക്കൊമ്പ് മുറിച്ച് പോവുകയാണ്. എന്തിന്? കൂടുണ്ടാക്കാനാണ്. കൂടുണ്ടാക്കുന്നത് എന്തിന്? മുട്ടയിടാനാണ്. പിന്നെയോ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്നു. അങ്ങനെ അതൊരു താളത്തിൽ അതങ്ങനെ അങ്ങ് പോകും. ഇത് ഇൻസ്റ്റിങ്ക്റ്റിനെ, ചോദനകളെ അടിസ്ഥാനമാക്കിയ. പക്ഷെ മനുഷ്യനങ്ങനല്ല. മനുഷ്യന് പ്രചോദനങ്ങളാണ്, പ്രകർഷണയുള്ള ചോദനകളാണ്, ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി. ഈ പ്രചോദനങ്ങൾക്ക് അടിസ്ഥാനമായി, അപ്പോൾ അതിനർത്ഥം ഈ പ്രചോദനങ്ങളെ നമുക്ക് ഇൻസ്പിറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഇൻസ്പിറേഷനോട് ചേർന്ന ഇമാജിനേഷനുണ്ട്.
ഇമാജിനേഷനോട് ചേർന്ന് ഇന്നൊവേഷൻസുമുണ്ട്. അപ്പോൾ ഇൻസ്പിറേഷൻ, ഇമാജിനേഷൻ ആൻഡ് ഇന്നൊവേഷൻ ഈസ് particular to the human beings. എന്നാൽ പറവകൾക്കും മൃഗജാതികൾക്കും മനുഷ്യേതര ജീവജാലങ്ങൾക്കും ചോദനകളാണ് ഞാൻ സൂചിപ്പിച്ചു. ഇതൊന്നും വ്യത്യാസമാണ് മനുഷ്യൻ. എന്താണ് ഞാൻ ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് പറയാൻ, തരംതിരിച്ച് പറയുന്നത്? കുഞ്ഞുങ്ങൾ, ഒരൊറ്റ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. നമ്മൾ തീരുമാനമെടുക്കാൻ കഴിയുന്നവരാണ്. എന്തിനെ അടിസ്ഥാനമാക്കി? ഒരു ഇൻസ്പിറേഷൻ, ഇമാജിനേഷൻ ആൻഡ് ഇന്നൊവേഷൻ. പ്രചോദനങ്ങളുണ്ട്, അതുപോലെ തന്നെ സങ്കല്പങ്ങളുണ്ട്, വിഭാവനകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അതുപോലെ പുതുതായി സൃഷ്ടിക്കുവാനുള്ള ഒരു കൽപ്പുണ്ട്, ഇന്നൊവേഷനുണ്ട്, ഇന്നൊവേറ്റീവ്. സോ ഹ്യൂമൻ ബീയിങ്സ് ആർ ഇൻസ്പയറിങ്, ഇമാജിനേറ്റീവ് ആൻഡ് ഇന്നൊവേറ്റീവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ ടി വി, അതുപോലെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ ഹാൻഡ്സെറ്റ്, അതുപോലുള്ള മാർഗങ്ങളിലൂടെ എപ്പോഴും പതിവ് കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരുന്നാൽ നമ്മളുടെ ഇമാജിനേഷനും ഇൻസ്പിറേഷനും ഇന്നൊവേഷനും ആ ഒരു കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ഉറച്ച തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ കഴിയും വിധം അവരുടെ ജീവിതത്തെ അങ്ങനെ ക്രമീകരിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളെ എപ്പോഴും ഇത് ശ്രദ്ധിക്കണം. നമ്മൾ പറവകളെയും സസ്യലതാദികളെയും മൃഗജാലങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നു, സന്തോഷിക്കുന്നു അവയോടൊപ്പം. പക്ഷേ നമ്മൾ അവയിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ഇൻസ്പിറേഷൻ ഉള്ളവരും ഇമാജിനേഷൻ ഉള്ളവരും ഇന്നൊവേറ്റീവ് ഉള്ളവരുമായി തീരണമെങ്കിൽ അതിനനുസരണമായ ഒരു പുതിയ തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. എങ്ങനെ? ഉചിതമായ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നത് വഴി. അത് നമ്മളുടെ ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത്. ദ പവർ ഓഫ് ഡിറ്റർമിനേഷൻ, the power to decide what I need to choose, what I need to decide, what I need to do next എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചും അതിൽ ഉറച്ചും നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട്. അപ്പോഴേ നമ്മൾ യഥാർത്ഥത്തിൽ മനുഷ്യനായിത്തീരുന്നുള്ളൂ, വിവേകിയായിത്തീരുന്നുള്ളൂ. നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് പുതിയ സങ്കല്പങ്ങൾ ഉണ്ടാക്കിയെടുത്ത് പുതിയ കാര്യങ്ങൾ വിഭാവനം ചെയ്ത് പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിനും ലോകത്തിനും മുഴുവനും നന്മ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. കുഞ്ഞുങ്ങളെ, ബി ഇൻസ്പയറിങ്, ബി ഇമാജിനേറ്റീവ് ആൻഡ് ബി innovative, and that makes you a human being, totally different from the subhuman species. മനുഷ്യേതര ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനായി നീ യഥാർത്ഥത്തിലുള്ള മനുഷ്യനായി തീരണമെങ്കിൽ പുത്തൻ തീരുമാനങ്ങളെടുത്ത് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ പാതകൾ വെട്ടി തുറന്ന് നമുക്ക് ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകുവാനുള്ള കൽപ്പ് നമ്മൾ നേടിയെടുക്കണം. അങ്ങനെ നേടിയെടുക്കണമെങ്കിൽ അതിനനുസരണമായ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ തന്നെ പരുവപ്പെടുത്തണം. എപ്പോഴും ടി വിയുടെ മുമ്പിലും നമ്മളുടെ ഫോണിൻ്റെ ഹാൻഡ്സെറ്റിൻ്റെ ഉപയോഗത്തിലും ഒക്കെയായി നമ്മളുടെ ജീവിതത്തെ തളച്ചിട്ടാൽ മനുഷ്യേതര ജീവജാലങ്ങളുടെ തലത്തിൽ മാത്രമായി നമ്മൾ താഴ്ന്നു നിന്നു പോകും. ലെറ്റ്സ് ബി ക്രിയേറ്റീവ് by being imaginative and innovative. തമ്പുരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.